എല്ലാവർക്കും നമസ്കാരം. ബുക്ക് ഇൻസൈറ്റ് പോസിബിലിറ്റീസ് ഇൻ അഡ്വേഴ്സിറ്റീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സാജു മാത്യു. പോസിബിലിറ്റീസ് ഇൻ അഡ്വേഴ്സിറ്റീസ് എന്ന ബുക്കിൻ്റെ ഓതറാണ്. ബേസിക്കലി ഞാനൊരു ലീഡർഷിപ്പ് കോച്ച്, ഇൻ്റർനാഷണൽ കൺസൾട്ടൻറ്റ് ഫോർ സേഫ്റ്റി, എൻവയോൺമെൻറ്റ്, ESG, ക്ലോവേഴ്സ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് കൊച്ചി, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ബോർഡ് ഓഫ് സ്കിൽസ് ആൻഡ് ഡെവലപ്മെൻറ്റ് UK ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളുടെ ഫൗണ്ടറും ഗ്ലോബൽ പ്രസിഡൻറ്റുമാണ്. നമുക്ക് ഈ ബുക്ക് ഇൻസൈറ്റ് എന്തുകൊണ്ടാണ് ഞാൻ തരുന്നതെന്ന് ചോദിച്ചാൽ, പോസിബിലിറ്റീസ് ഇൻ അഡ്വേഴ്സിറ്റീസ് എന്ന് പറഞ്ഞ ഈ ബുക്ക് വായിച്ച് ഒട്ടനവധി ആളുകൾ എന്നോട് ഇതിനൊരു ഇൻസൈറ്റ് സോഷ്യൽ മീഡിയ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ വളരെ കാലമായിട്ട് പലരും പറഞ്ഞിട്ട് സമയം ഇല്ലാത്തത് കാരണവും മറ്റു പല കാരണങ്ങൾ കൊണ്ട് ഞാനത് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോഴത് ചെയ്യുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, എൻ്റെ നല്ലവരായ എല്ലാ വായനക്കാർക്കും എന്നെ സപ്പോർട്ട് ചെയ്തതിന് നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം ഏറ്റവും സന്തോഷകരമായ വാർത്ത, ഇത് ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷനിൽ ലിറ്റററി അവാർഡ് സമ്മാനിച്ചു ഈ ബുക്കിന്. ഇന്ന് ഈ ബുക്ക് ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, സ്പാനിഷ്, റഷ്യൻ മുതലായ 9 ഭാഷകളിൽ ഈ ബുക്ക് അവൈലബിളാണ്. ആമസോണിലും മറ്റും അവൈലബിളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ബുക്ക് എഴുതാനുണ്ടായ സാഹചര്യം എന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ പേര് തന്നെ പോസിബിലിറ്റീസ് ഇൻ അഡ്വേഴ്സിറ്റീസ്. സാധാരണ ആരെ പോലെ തന്നെ ജീവിതത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ നേവിയിൽ നിന്നാണ്. 15 വർഷത്തെ സേവനത്തിന് ശേഷം കോർപ്പറേറ്റ് വേൾഡിലേക്ക് വരുന്നു. വളരെ സക്സസ്ഫുള്ളായ കോർപ്പറേറ്റ് വേൾഡ് നയിക്കുന്നു. അവിടെ വെച്ച് ഒരു ഓണ്ടർപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു. അത് 8 നിലയിൽ പൊട്ടുന്നു. ജീവിതത്തിൻ്റെ തിക്താനുഭവങ്ങളൊക്കെ നേരിട്ട് അനുഭവിക്കുന്നു. വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു. വിദേശ രാജ്യത്തൊന്നും ഏറ്റവും ദുഃഖകരമായ സംഗതി, ഇന്ത്യൻ ക്വാളിഫിക്കേഷൻസ്, പോസ്റ്റ് ഗ്രാജുവേഷൻസും പല പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമകളും ഒക്കെ ഉണ്ടായിട്ട് ഇന്ത്യൻ ക്വാളിഫിക്കേഷന് പുറത്തൊന്നും ഒരു വിലയില്ലാത്തൊരവസ്ഥ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പല രാജ്യങ്ങളിൽ പോയി ഒടുവിൽ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ എത്തപ്പെട്ടു. അവിടെ ജോലി അന്വേഷിക്കുമ്പം ഏറ്റവും വലിയ പ്രശ്നമായിട്ട് അന്നുണ്ടായിരുന്നത് ഇന്ത്യൻ ക്വാളിഫിക്കേഷൻ വലിയ കാര്യമായി വാല്യൂ ഒന്നുമില്ല. US UK ക്വാളിഫിക്കേഷനുകൾക്കായിരുന്നു അന്ന് വാല്യൂ ഒക്കെ ഉണ്ടാകുന്നത്. അന്നും ഇന്നും വിദേശ രാജ്യത്തൊക്കെ തന്നെ അതൊരു സത്യമാണ്. അപ്പം അങ്ങനെ ഗൾഫ് പോയി കുറേ കഷ്ടപ്പെട്ടു, ജോലി കിട്ടാനൊക്കെ കഷ്ടപ്പെട്ടു. അത് വരും സെക്ഷനുകൾ പറയാം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം ജീവിതത്തിൻ്റെ വളരെ ബാഡ് ഫേസ് ചെയ്തു. എന്നാൽ ഈ ബുക്ക് എഴുതാനുണ്ടായ സാഹചര്യം, ഈ ബാഡ് ഫേസൊക്കെ ഉണ്ടാക്കി തന്നെ എപ്പോഴും നമ്മൾ പറയും ഒരു സിൽവർ ലൈനുണ്ട്, എല്ലാ കഷ്ടകാലത്തിനും ഒരു അവസാനമുണ്ട്. അങ്ങനെ ഒരു സിൽവർ ലൈൻ ലഭിക്കുന്നു. ആ സിൽവർ ലൈനിലൂടെ വീണ്ടും ജീവിതം പച്ചപിടിക്കുന്നു. അങ്ങനെ ഒരു ട്രെയിനറായി മാറുന്നു. ഏകദേശം 45 രാജ്യങ്ങളിൽ യാത്ര ചെയ്യാൻ കഴിഞ്ഞു. 56,000 സ്റ്റുഡൻസിനെ ഇതിനകം പഠിപ്പിക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ തുടർന്ന് പഠിക്കാൻ കഴിഞ്ഞു. നഷ്ടപ്പെട്ടതെല്ലാം തന്നെ തിരിച്ചു പിടിക്കാനും പ്രോസ്പെരിറ്റിയിലേക്ക് വരാനും കഴിഞ്ഞു. അപ്പം ലൈഫ് എപ്പോഴും ഒരു അപ്പ് ആൻഡ് ഡൗൺ, അതായത് ഒരു നമ്മുടെ ഒരു ഗ്രാഫ് വരച്ചാൽ അപ്പ് ഡൗൺ എപ്പോഴും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. പരാജയപ്പെട്ട് മദ്യത്തിനോ അല്ലെങ്കിൽ ആത്മഹത്യക്കോ ഒക്കെ അടിമപ്പെടേണ്ട സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും പോവാതെ വീണ്ടും നമുക്ക് തിരിച്ചു വരാം എന്നൊരു മനോഭാവം മനസ്സിൽ സൂക്ഷിച്ചിരുന്നുകൊണ്ടാവണം ഇന്ന് ഈ ബുക്കുമായി ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഈ ബുക്ക് എഴുതാനുള്ള സാഹചര്യം ഞാൻ പറഞ്ഞു, വളരെ ടഫായ ലൈഫ് സിറ്റുവേഷനിലൂടെ കടന്നു വന്നു. അപ്പോഴൊക്കെ അഡ്വേഴ്സിറ്റീസ് ഉണ്ടായിരുന്നു. അവിടെയൊക്കെ തന്നെ എനിക്ക് പോസിബിലിറ്റീസ് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ബുക്കിലെ പ്രതിപാദ്യ വിഷയം. ഈ ബുക്കിന് 11 ചാപ്റ്ററുകളാണുള്ളത്. ഈ ബുക്ക് തുടങ്ങുന്നത് തന്നെ സക്സസ് ട്രയാങ്കിൾ എന്നൊരു ചാപ്റ്ററോടാണ്. ഈ സക്സസ് ട്രയാങ്കിൾ എഴുതാനുണ്ടായ സാഹചര്യം പറയാം. നമുക്ക് ചുറ്റിലും ഒട്ടനവധി ആളുകൾ, വിദ്യാസമ്പന്നരായ ഒട്ടനവധി ആളുകളുണ്ട്. അവർ പലരും ജോലിയൊക്കെ വാങ്ങുന്നു. എന്നാൽ തന്നെ ഇവർക്ക് നല്ല ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, സാമാന്യം മെച്ചപ്പെട്ട ജോലിയൊക്കെ ഉണ്ട്. എന്നാലും വർഷങ്ങൾ കഴിഞ്ഞ് നോക്കുമ്പോൾ അവരൊരു സാധാരണ ജീവിതം മാത്രം നയിച്ച് ഈ സമൂഹത്തിന് വേണ്ടി ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാതെ, അല്ലെങ്കിൽ അവർക്ക് തന്നെ നിരാശരായി ജീവിതം അവസാനിപ്പിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ അതേസമയം തന്നെ ഇത്തരം ബാക്ക്ഗ്രൗണ്ടുകളൊന്നും ഇല്ലാത്ത ചുരുക്കം ചില ആളുകൾ, ചുരുക്കം ചിലർ, ആ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചുരുക്കം ചില ആളുകൾ ജീവിതത്തിൽ നമ്മളൊന്നും വിശ്വസിക്കുക അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സക്സസ് നേടുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആളുകൾ ഉയർന്ന ക്വാളിഫിക്കേഷൻസ് ഉണ്ട്, നല്ല ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അവർക്ക് ക്ലെയിം ചെയ്യാൻ അരിസ്റ്റോക്രസി ഉണ്ട്, അങ്ങനെ പലതും അവർക്കുണ്ടായിട്ടും അവർ അവസാനം എങ്ങും എത്താതെ
ജീവിതം സാധാരണക്കാരെ പോലെ ജീവിച്ചു തീർക്കുന്നു. ജോലിയൊക്കെ ഉണ്ടാവും, ശമ്പളം കിട്ടുന്നു, ഒരു ചെയിനിൻ്റെ ഭാഗമായിട്ട് അവരിങ്ങനെ ജീവിതം കഴിക്കുന്നു. എടുത്തു പറയാത്തക്ക ഒന്നുമില്ല, മരണത്തിന് കീഴടങ്ങുന്നു, അവർ ലോകത്തിൽ നിന്ന് കടന്നു പോകുന്നു, അവരോട് ഉണ്ടായിരുന്നെന്ന് പോലും ആർക്കും അറിയില്ല. എന്നാൽ അതേസമയം ഒരു വളരെ കുറച്ച് പെർസെൻറ്റേജ് ആളുകൾ ജീവിതത്തിൽ വളരെയേറെ സക്സസ് നേടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ഇതെന്നെ വല്ലാതെ ആകർഷിച്ചു. അപ്പം അപ്പോഴൊക്കെ എൻ്റെ മനസ്സ് വളരെ ക്യൂരിയസ് ആയിരുന്നു, എന്തുകൊണ്ടാണ് കുറച്ച് ആളുകൾക്ക് മാത്രം ഈ സക്സസ് വരുന്നു, എന്നാൽ വളരെ അധികം ആളുകൾക്ക് എന്തുകൊണ്ട് ഈ സക്സസ് നേടാൻ കഴിയുന്നില്ല. അപ്പോൾ ഞാൻ അന്ന് വരെ നമ്മൾ പൊതുവെ ധരിക്കുന്നത് നമ്മളുടെ ഈ ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും ഒക്കെയാണ് യഥാർത്ഥ വിദ്യാഭ്യാസമെന്ന്. അന്നാണ് ഞാൻ യഥാർത്ഥത്തിൽ തിരിച്ചറിയുന്നത് ഇതൊന്നും അല്ല. നമുക്ക് തിരിച്ചറിയേണ്ടത് ജീവിതത്തിൽ സക്സസ് ആവുന്നത് എങ്ങനെയാണെന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അല്ലെങ്കിൽ ജീവിതം എങ്ങനെ അർത്ഥപൂർണ്ണമാക്കാമെന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ആ വിദ്യാഭ്യാസം നമുക്ക് ഈ പറയുന്ന ഗ്രാജുവേഷനിലും പോസ്റ്റ് ഗ്രാജുവേഷനിലൂടെ ഒക്കെ ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. നമ്മുടെ സ്കൂളുകൾ അതിനുവേണ്ടി ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഒരു സംവിധാനമല്ല. വരും സെഷനുകളിൽ നമ്മൾ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് സംസാരിക്കും. അപ്പം എൻ്റെ ഒബ്സർവേഷനിൽ എന്തുകൊണ്ടാണ് ഒരു വളരെ കുറച്ച് പെർസെൻറ്റ് ആളുകൾ സക്സസ് ആവുന്നു, എന്നാൽ വളരെയധികം ആളുകൾ എന്തുകൊണ്ട് സക്സസ് ആവുന്നില്ല? അതിനുള്ള ഉത്തരമാണ് ചാപ്റ്റർ 1 ദ സക്സസ് ട്രയാങ്കിൾ. സക്സസ് ട്രയാങ്കിളിൻ്റെ ഒരു രത്ന ചുരുക്കം പറയുകയാണെങ്കിൽ, ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള ആളുകളിൽ പ്രധാനമായും 3 ഘടകങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ ഈ ബുക്കിൽ എഴുതിയിരിക്കുന്നത്. അവരിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് അവരിൽ DBA ഫാക്ടർ വളരെ മുന്നിൽ നിൽക്കുന്നത് കാണാം. എന്താണ് ഈ DBA ഫാക്ടർ? അവർക്കൊക്കെ ഡ്രീംസ് ഉണ്ട്, ബിലീഫുണ്ട്, ആക്ട് ചെയ്യാനുള്ള മൈൻഡുണ്ട്. ഡ്രീം, ബിലീഫ്, ആക്ഷൻ. നമ്മുടെ ജീവിതത്തിൽ സ്വപ്നങ്ങൾക്കുള്ള പങ്ക്, അതായത് സ്വപ്നം കാണേണ്ടത് ആവശ്യം, ഈ സ്വപ്നങ്ങൾ ഒരാളുടെ ജീവിതത്തെ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്യാം, അയാളുടെ ജീവിതത്തെ എങ്ങനെയൊക്കെ മാറ്റിയെടുക്കാം എന്നാണ് ഈ ആദ്യത്തെ സെഷനിൽ ഞാൻ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇനി സ്വപ്നത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ പറയുന്ന സ്വപ്നം എന്ന് പറഞ്ഞാൽ രാത്രിയിൽ നമ്മൾ കണ്ടു മറക്കുന്ന സ്വപ്നങ്ങളെക്കുറിച്ചല്ല. ജീവിതത്തിൽ നേടിയെടുക്കും വരെ നമ്മുടെ ഉറക്കം കെടുത്തുന്ന, അല്ല ഉറക്കത്തിൽ വന്ന് പോകുന്നതല്ല, മറിച്ച് ജീവിതത്തിൽ നേടിയെടുക്കും വരെ നമ്മുടെ ഉറക്കം കെടുത്തുന്ന അദമ്യമായ ഒരാഗ്രഹം, അതാണ്, അത്തരം ഒരു സ്വപ്നത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. തീർച്ചയായിട്ടും എൻ്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ നോക്കുകയാണെങ്കിൽ അത്തരം അദമ്യമായ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നതാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് കിട്ടുന്ന ഈ അവസരത്തിലേക്ക് എന്നെ നയിച്ചതെന്ന് എടുത്തു പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. സത്യത്തിൽ നമുക്കൊക്കെ ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹങ്ങൾ വിഷസാണ്. ഈ ആഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലെങ്കിലും ഓക്കെ, ഒരു ചെറിയ ആഗ്രഹം മാത്രം. എന്നാൽ അത് ഡിസയർ ആവണം. ഡിസയർ എന്ന് പറഞ്ഞാൽ എന്താ? അദമ്യമായ ആഗ്രഹം. ഈ അദമ്യമായ ആഗ്രഹം ഇല്ല എങ്കിൽ, അതായത് അത് നേടിയെടുത്തില്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് ജീവിതമില്ല, അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിനെ ഇങ്ങനെ ടോർമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്നെ ഇങ്ങനെ ആകുലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തോന്നുന്ന അദമ്യമായ ഒരാഗ്രഹം നമുക്കുണ്ടാവേണ്ടത് ജീവിതത്തിൽ സക്സസ് ആവുന്നതിന് വളരെ അത്യാവശ്യമാണ്. അപ്പം ഈ ഡിസയറിൽ നിന്നാണ്, ഈ ഡിസയർ എങ്ങനെ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ അതിന് നമുക്കൊരു സ്വപ്നം ഉണ്ടാവണം. ഈ എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്, പക്ഷേ അത് രാത്രിയിൽ കണ്ട് മറന്നു പോകുന്ന സ്വപ്നങ്ങളാണ്. എന്നാൽ നമ്മുടെ സ്വപ്നം യഥാർത്ഥത്തിൽ സ്വപ്നമാണോ എന്ന് എങ്ങനെ അറിയാം? അതായത് നമ്മൾ ഈ സ്വപ്നത്തിന് പുറകെ പോകണോ, അല്ലെങ്കിൽ ഇതൊരു സ്വപ്നമാണോ എന്ന് തിരിച്ചറിയുന്നതിന് നിങ്ങളോട് തന്നെ ചോദിക്കാവുന്ന 4 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, ഇത് കേവലം ഒരു വിഷാണോ സ്വപ്നമാണോ എന്നുള്ളത് തിരിച്ചറിയാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഒന്ന് ചോദിക്കണം, നമ്മുടെ ഈ സ്വപ്നത്തിന് അല്ലെങ്കിൽ ഈ സ്വപ്നത്തിന് വേണ്ടി പ്രവർത്തിച്ചില്ലെങ്കിൽ അത് നമുക്ക് മനസ്സിൽ എപ്പോഴും ഒരു കുറ്റബോധം ജനിപ്പിക്കുന്നുണ്ടോ? ഉണ്ട് എന്നാണ് ആൻസറെങ്കിൽ നിങ്ങൾ ആ സ്വപ്നത്തിൻ്റെ പുറകെ പോകണം. രണ്ടാമത്, ഈ സ്വപ്നം ജീവിതത്തിൽ സാധിച്ചില്ലെങ്കിൽ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ തീർച്ചയായിട്ടും പോയിരിക്കണം. ഇനി മൂന്നാമത്, ഈ സ്വപ്നത്തിന് വേണ്ടി എന്ത് വില കൊടുക്കാനും, എന്ത് സറണ്ടർ ചെയ്യാനും, നാട് വീട് ഉപേക്ഷിക്കാനും, മാതാപിതാക്കളെയോ സുഹൃത്തുക്കളെയോ ഒക്കെ ഉപേക്ഷിക്കാനും എന്തിനും ഞാൻ തയ്യാറാണ് എൻ്റെ ഈ സ്വപ്നം നേടിയെടുക്കാൻ എന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഉണ്ട് എന്നാണ് ഉത്തരവെങ്കിൽ നിങ്ങൾ അതിന് പുറകെ പോകണം. അതുപോലെ തന്നെ പരിശ്രമത്തിൻ്റെ ഇടയ്ക്ക് പരാജയങ്ങളൊക്കെ വരുമ്പം പിന്മാറില്ല എന്ന് നിങ്ങൾക്ക് പൂർണ്ണമായി ഉറപ്പുണ്ടോ? എങ്കിൽ നിങ്ങൾ ആ സ്വപ്നത്തിൻ്റെ പുറകെ പോകണം. അപ്പോൾ അത്തരമൊരു സ്വപ്നം ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ സക്സസ് ആവാൻ കഴിയുള്ളൂ എന്നാണ് ഈ സക്സസ് ട്രയാങ്കിളിലെ ഒന്നാമത്തെ
ഭാഗത്ത് ഞാൻ എഴുതിയിരിക്കുന്നത്. തുടർന്ന് കേൾക്കാം.